ഇപ്പോഴും വാട്സാപ്പിനകത്ത് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം ലൊക്കേഷനായിട്ട് വാട്സാപ്പിലൂടെ എങ്ങനെ സെൻഡ് ചെയ്യാൻ നോക്കാം. പലരും നമ്മളോട് ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ പറയാറുണ്ട്, എടാ നിന്റെ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ഒന്ന് അയച്ചാൽ, അല്ലെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലം ഒന്ന് ലൊക്കേഷൻ അയച്ചാൽ എന്ന് പറയാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് എങ്ങനെ ലൊക്കേഷൻ അയക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായ രീതിയിൽ എങ്ങനെ വാട്സാപ്പിനകത്ത് ലൊക്കേഷൻ അയക്കാമെന്ന് നോക്കാം. പലപ്പോഴും ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അയക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ ഒന്നും ആയിരിക്കത്തില്ല പോവുക, വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്ത് എങ്ങനെ അയക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിനുവേണ്ടി നമ്മൾ ആർക്കാണോ ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ ചാറ്റ് തുറക്കുക. താഴെ അറ്റാച്ച്മെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പേജ് വരും. ഇവിടെ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു യാത്രയിലായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സ്ഥലം എത്തുമ്പോഴും അത് മറ്റേ ആളുടെ ഫോണിൽ ലൈവായിട്ട് അറിയാൻ സാധിക്കും. നിങ്ങളിപ്പോൾ എവിടെയൊക്കെ എത്തി എന്നുള്ളത് കൃത്യമായി അയാളുടെ ഫോണിൽ കാണാൻ സാധിക്കും. അതല്ല, സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ ഒരു കറണ്ട് ലൊക്കേഷൻ അവർക്ക് അറിയുവാൻ സാധിക്കും. ഇവിടെ സെൻഡ് കറണ്ട് ലൊക്കേഷൻ എന്നത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ സെൻഡ് ആവും. പക്ഷേ അത് കറക്റ്റ് ആ ഒരു നിങ്ങൾ നിൽക്കുന്ന പിൻ പോയിന്റ് ചെയ്ത് അവിടെ കിട്ടത്തില്ല. ഏകദേശം ഒരു അടുത്തൊക്കെ വരത്തേ ഉള്ളൂ. നിങ്ങൾ നിൽക്കുന്ന കൃത്യമായ സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല അയക്കേണ്ടത്. ലൊക്കേഷൻ എന്നത് എടുക്കുക, അവിടെ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നതിന് പകരം ഇവിടെ ഈ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കുക, ഒരു ഫുള്ള് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായി അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം മാക്സിമം സൂം ചെയ്യുക. മാപ്പ് ഒന്ന് സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് സ്ഥലം പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീടിരിക്കുന്ന കൃത്യമായ സ്ഥലം ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. പോയിന്റ് ഔട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്.